Stay tuned to Kids Corner and set free from all tensions and worries. ഇപ്രാവശ്യത്തെ ആനുവലിലേക്ക് നീ സന്തോഷിന്റെ പാട്ട് കേട്ടായിരുന്നോ? കേട്ട്. അതൊക്കെ എന്ത് പാട്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓ, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടമായി. നമ്മുടെ സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് പാടണം അവൻ തന്നെ. ഓ പിന്നെ, നീ എന്റെ പാട്ട് കേട്ടിട്ടില്ലേ? എന്റെ പാട്ടിന്റെ അടുത്തും കൂടി വരൂല അവന്റെ പാട്ട്. ആ പറഞ്ഞതിൽ പൊങ്ങച്ചത്തിന്റെ മണം ഉണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ ആനുവലിലേക്ക് പാടിയപ്പോ എന്തൊരു കയ്യടിയായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ പൊങ്ങച്ചായിരിക്കുന്നത്? പ്രേസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പൊങ്ങച്ചം. പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ടും, അത് തെറ്റാണെന്ന് അറിയാണ്ട് നമ്മൾ സ്വന്തമായിട്ടും മറ്റുള്ളവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? എന്നിട്ട് പലവരും പറഞ്ഞും കേട്ടിട്ടുണ്ട് പൊങ്ങച്ചം പറയരുതെന്ന്. അപ്പോൾ എന്താണ് ഈ പൊങ്ങച്ചം എന്ന് അറിയോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അതിനായി നമുക്ക് ജോസങ്ങൾ വരുന്നുണ്ട്. അതിന് മുമ്പ് ഇന്നത്തെ വചനവും സുഖിച്ചപ്പോൾ പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 2-ാം വാക്യം. ആത്മപ്രശംസ ചെയ്യരുത്, മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യൻ്റെ നാവാണ്, നിൻ്റേതല്ല അത് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ആത്മപ്രശംസ ചെയ്യരുത്, മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യൻ്റെ നാവാണ്, നിൻ്റേതല്ല അത് ചെയ്യേണ്ടത്. ഇനി സുഹൃജപം. ഈശോയെ എളിമ എന്ന പുണ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ എളിമ എന്ന പുണ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങളെ സംസാരം എങ്ങനെയാ പൊങ്ങച്ചമായി മാറുന്നത്? ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാമെന്ന് മറന്നു പോകുമ്പോഴാണ് നമ്മുടെ സംസാരം പൊങ്ങച്ചമായി മാറുന്നത്. അപ്പോൾ പൊങ്ങച്ചം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ പൊങ്ങച്ചം? ദാനം മറക്കലാണ് പൊങ്ങച്ചം അല്ലേ? എനിക്കുള്ള കഴിവുകൾ എല്ലാം ദൈവം ദാനമായി തന്നതാണെന്ന് നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ അത് നമ്മൾ പൊക്കി പറയുന്നു. പിന്നെ ഇല്ലാത്തത് ഉണ്ട് എന്നുള്ളൊരു ഭാവം നമ്മുടെ സംസാരത്തിൽ പലപ്പോഴും കടന്നു വരും. റോമ 12:3 പറയുന്നുണ്ട്, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുതെന്ന്. അപ്പോൾ നമുക്കുള്ളതെല്ലാം ദൈവം വളരെ ദാനമായിട്ട് നമുക്ക് തന്നതാണ്. ഇത് മനസ്സിലാക്കുവാനായിട്ട് ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു ആനയുടെയും ഉറുമ്പിൻ്റെയും കഥ കേട്ടിട്ടുണ്ടോ? ആനയുടെ പുറത്ത് ഒരു ഉറുമ്പ് കയറി ഇരുന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോവുക. അങ്ങനെ പെട്ടെന്നൊരു കുളം കാണുന്നു. അങ്ങനെ ആനയും ഉറുമ്പും കൂടി കുളത്തിൽ കുളിക്കാനിറങ്ങി. അപ്പോൾ ആനയുടെ പുറത്താണ് ഉറുമ്പിരിക്കുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് ആനയും കരയിലേക്ക് കയറി നോക്കുമ്പോൾ കുളം ഇങ്ങനെ നിറച്ചും കലങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഉറുമ്പ് വലിയ പൊങ്ങച്ചത്തിൽ പറയുകയാണ്, ഞാനും ആനയും കൂടി ആ കുളമെല്ലാം കലക്കി. ശരിക്കും ഉറുമ്പ് വിചാരിച്ചാൽ കുളം കലക്കാൻ പറ്റുമോ? ആനയുടെ ഒരു മിടുക്കായിരുന്നു ആ കുളം കലങ്ങിയത്. പക്ഷെ അവിടെ ഉറുമ്പ് കയറി പൊങ്ങച്ചത്തോടു കൂടി വർത്തമാനം പറയുകയാണ്, ഞാനും ആനയും കൂടി കുളം കലക്കി. അപ്പോൾ ഇതാണ് പൊങ്ങച്ച വർത്തമാനം. അതായത് നമുക്കില്ലാത്തത് ഉണ്ട് എന്ന് നമ്മളങ്ങോട്ട് ഭാവിക്കണേ. ദൈവത്തിൻ്റെ ദാനം നമ്മൾ മറന്നു പോകുന്നു. ഇതാണ് പൊങ്ങച്ച വർത്തമാനം നമ്മളിൽ നിന്ന് വരുന്നത്. അങ്കൾ, അഹങ്കാരം ഒരു പൊങ്ങച്ചമാണോ? തീർച്ചയായിട്ടും ഈ അഹങ്കാരം നമ്മുടെ ഉള്ളിലെ ഒരു ഭാവമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭാവമാണ് ഈ അഹങ്കാരം. അത് പുറത്തേക്ക് വരുന്നതാണ് ഈ പൊങ്ങച്ചം. ചുരുക്കി പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ അനിയത്തിയാണ് ഈ പൊങ്ങച്ചം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ മകളെന്നും വേണേൽ പറയാം പൊങ്ങച്ചം. അഹങ്കാരം ഉള്ളിൽ വന്ന് നിറയുമ്പോഴാണ്, ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളൊരു ഭാവം മനസ്സിൽ വന്ന് നിറയുമ്പോഴാണ്, അത് മറ്റുള്ളവരെ കാണിക്കണമെന്നുള്ളൊരു അഹങ്കാരം ഉള്ളിൽ, ആ ഒരു ഫീലിംഗ് ഉള്ളിൽ വന്ന് നിറയുമ്പോഴാണ് അത് പൊങ്ങച്ചമായിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്കിൾ, നമ്മുടെ കഴിവുകൾ എങ്ങനെയാണ് പൊങ്ങച്ചമായി മാറുന്നത്? മോളെ, അത് 1 കൊറിന്തോസ് 4:7 പറയുന്നുണ്ട്, നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണ് ഉള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്നുള്ള മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? അപ്പോൾ നമുക്കുള്ള കഴിവുകളാണെങ്കിൽ കൂടിയും അത് നമ്മൾ ദൈവം നമുക്ക് ദാനമായി തന്നതാണെന്ന് മനസ്സിലാക്കി അഹങ്കരിക്കാതെ എളിമയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മാതാവിൻ്റെ ഒരു കാര്യം തന്നെ എടുക്കാം. നമുക്കറിയാം, മാതാവ് ഈശോയുടെ അമ്മയാകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു അല്ലേ? ദൈവത്തിൻ്റെ അമ്മയാകുവാനായിട്ട് മാതാവ് തിരഞ്ഞെടുക്കപ്പെട്ടു.
പക്ഷെ മാതാവിൻ്റെ സംസാരത്തിലും മാതാവിൻ്റെ പെരുമാറ്റത്തിലും ഒരിക്കലും ഞാൻ ദൈവത്തിൻ്റെ അമ്മയാണെന്നുള്ളൊരു അഹങ്കാരമോ അങ്ങനെയുള്ളൊരു വർത്തമാനമോ ഒന്നും നമ്മൾ കാണുന്നില്ല അല്ലേ. വളരെ എളിമയോടുകൂടി ഒന്ന് ഓർത്ത് നോക്കിയേ, ദൈവത്തിൻ്റെ അമ്മയാകുക എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ കാര്യമാണ്. പക്ഷെ മാതാവ് എപ്പോഴും എളിമയോടുകൂടി താഴ്മയോടുകൂടിയാണ് എല്ലാ ശുശ്രൂഷകളും ചെയ്തുകൊണ്ടിരുന്നത്. ഈശോനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്തെല്ലാം മാതാവ് ആ ഒരു എളിമ തൻ്റെ ജീവിതത്തിൽ കാണിച്ചിരുന്നു. ഒരിക്കലും മാതാവ് അഹങ്കരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈശോൻ്റെ കാര്യം ഓർത്ത് നോക്കിയേ, ഈശോ ദൈവപുത്രനായിരുന്നു അല്ലേ. ഈശോക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഞാൻ ദൈവപുത്രനാണെന്ന്. എന്നിട്ടും ഈശോ മരപ്പണി പഠിച്ചു. ഔസേപ്പിതാവ് ചുറ്റികയും ഉളിയും എടുത്ത് ഈശോൻ്റെ കൈകളിലേക്ക് കൊടുത്തു മരപ്പണി ചെയ്യുവാനായിട്ട്. ഈശോക്ക് മരപ്പണി പഠിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, ഈശോക്ക് വേണേൽ അപ്പം പറയാം, ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത്, എൻ്റെ ദൗത്യം വേറേതാണ്, ഞാൻ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന ദൈവപുത്രനാണ്, എനിക്കിതൊന്നും പഠിക്കാൻ പറ്റുമൊന്നുമില്ല എന്ന് അഹങ്കാരത്തോടു കൂടി പൊങ്ങച്ചത്തോടുകൂടി ഈശോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എളിമയോടുകൂടി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഈശോ ഒരു മരപ്പണിക്കാരനാണെന്നുള്ളത്, 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈശോ അഹങ്കാരത്തോടു കൂടിയോ പൊങ്ങച്ചത്തോടു കൂടിയോ സംസാരിക്കാതെ എളിമയോടുകൂടി തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് വരെ മാതാപിതാക്കളെ അനുസരിച്ച് എളിമയോടുകൂടി ജീവിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. നമ്മൾക്ക് ഉള്ള കഴിവുകളാണെങ്കിൽ കൂടിയും അത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ബഹുമാനത്തിന് വേണ്ടിയൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. സുഭാഷിതങ്ങൾ 27:2 പറയുന്നുണ്ട്, നീ ആത്മപ്രശംസ ചെയ്യരുത്, മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. മറ്റുള്ളവരുടെ നാവാണത് ചെയ്യേണ്ടത്, നിൻ്റെ നാവല്ല എന്ന് സുഭാഷിതങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ നമ്മളുടെ എളിമയും താഴ്മയും കണ്ട് മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കും, നമ്മളല്ല അത് ചെയ്യേണ്ടത്. അങ്കിൾ, എങ്ങനെയാണ് പൊങ്ങച്ചം എന്ന സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത്? ഇത് മാറ്റാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴിയെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ്. സകലത്തിനും നന്ദി പറയുക. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ കഴിവുകൾക്കും നമ്മൾ നന്ദി പറയണം. ദൈവമേ നന്ദി നന്ദി എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളെന്തെങ്കിലും നമുക്ക് പഠിച്ച് നല്ല മാർക്ക് കിട്ടി, നന്ദി പറയുക ദൈവത്തിന്. കാരണം നമ്മളുടെ മാത്രം കഴിവല്ല. ഇപ്പോൾ നല്ലൊരു പാട്ട് പാടി മറ്റുള്ളവർ നമ്മളെ വന്ന് പ്രശംസിച്ചു, അപ്പോൾ നമ്മളെന്ത് പറയണം? ദൈവത്തിന് നന്ദി പറയണം. കാര്യം ദൈവം ദാനമായി നൽകിയില്ലായിരുന്നെങ്കിൽ പാടാൻ പറ്റുമോ? നമ്മളുടെ കഴിവ് കൊണ്ടാണോ ഈ പാടുക എന്നുള്ളൊരു കഴിവ് നമുക്ക് കിട്ടുന്നത്? ജന്മനാ നമുക്കൊരു പാടുവാനായിട്ടുള്ളൊരു കഴിവ് ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ താളത്തിൽ പാടാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാത്തിനും നന്ദി പറയുക എന്നുള്ളത്, ഈ നന്ദി പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ പൊങ്ങച്ച സ്വഭാവം നമ്മളിൽ നിന്ന് പതുക്കെ മാറിപ്പോകുന്നത് കാണാൻ സാധിക്കും. എല്ലാത്തിനും ദൈവത്തിൽ ആശ്രയിച്ച് നന്ദി പറയുക. മറ്റൊന്ന് വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സത്യം അറിയണം. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 3 പറയുന്നുണ്ട്, ഓരോരുത്തരും താഴ്മയോടുകൂടി മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഇത് മനോഹരമായ വചനമാണ് അല്ലേ? ഈ വചനം എപ്പോഴും ഈ പൊങ്ങച്ചം പറയാൻ തോന്നുന്ന സമയത്തൊക്കെ ഈ വചനം ഏറ്റു പറയുക. അപ്പോൾ മറ്റുള്ളവരെ നമുക്ക് നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വചനം ഇങ്ങനെ ഏറ്റു പറയുമ്പോൾ വചനം എന്താ പറയുന്നത്? വചനം ആത്മാവും ജീവനുമാണ് അല്ലേ? വചനം ആത്മാവും ജീവനുമാണ്. അപ്പോൾ വചനം ഏറ്റു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ നിന്നും ഈ ഒരു സ്വഭാവം മാറിപ്പോകും. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ കുമ്പസാരത്തിൽ ഏറ്റു പറയാം നമുക്ക് അല്ലേ? നമുക്ക് എപ്പോഴും പൊങ്ങച്ചം പറഞ്ഞു പോകുന്നു. ഇത് നമ്മൾ അടിക്കടി കുമ്പസാരത്തിൽ ഈ പാപം ഏറ്റു പറയാം. നമ്മളെപ്പോഴും കുമ്പസാരത്തിൽ അനുതാപത്തോടു കൂടി ഞാനിങ്ങനെ പൊങ്ങച്ചത്തിലൂടെ സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയുമ്പോൾ പതുക്കെ നമ്മളിൽ നിന്നും ഈ ഒരു പൊങ്ങച്ച സ്വഭാവം എപ്പോഴും സ്ഥിരമായിട്ട് മാറിപ്പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയുക, വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, കുമ്പസാരത്തിൽ ഏറ്റുപറയുക, നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പൊങ്ങച്ചം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം,
സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക. നമുക്ക് പൊങ്ങച്ചം പറയുവാനായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ പതുക്കെ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിന്നാൽ മതി. അല്ലെങ്കിൽ അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് നമ്മൾ ദൈവത്തിന്, ഇപ്പോൾ ഉദാഹരണത്തിന് മാതാവ് എലിസബത്തിനെ സന്ദർശിക്കാൻ ചെന്നു. അപ്പോൾ എലിസബത്ത് ഓടി വന്നിട്ടും പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനായിട്ടുള്ള ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് അമ്മനെ അങ്ങോട്ട് പുകഴ്ത്തനാണ്. പരിശുദ്ധമ്മ അപ്പം എന്താ ചെയ്തത്? ഇത് കേട്ട് അങ്ങോട്ട് അഹങ്കരിച്ചോ? ഇല്ല. ഉടനെ തന്നെ പരിശുദ്ധ അമ്മ മറിയത്തിൻ്റെ സ്വാശ്രഗീതം പറയുന്നുണ്ട് അല്ലേ? എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു അല്ലേ? അപ്പോൾ ദൈവത്തിലേക്ക് ഉടനെ തിരിച്ചു കൊടുക്കുന്നതാണ്. ഈ ആനന്ദം കർത്താവിൽ ഞാൻ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അല്ലേ? ഭാഗ്യം, ദൈവം തന്ന ഭാഗ്യം. അപ്പോൾ ഇത് ഈശോൻ്റെ അമ്മയാണ് എന്ന് മറ്റുള്ളവർ പുകഴ്ത്തി പറയുമ്പോഴും അത് ശരിക്കും ഒരു മിറർ വെച്ചുകൊണ്ട് ആ ഒരു സംഭവം ദൈവത്തിലേക്ക് മാതാവ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇതേപോലുള്ള പല പ്രശംസകളും പല കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളത് നേരെ തിരിച്ച് ദൈവത്തിന് നന്ദി, ദൈവം ദാനമായി തന്നതുകൊണ്ട്, ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട്, അങ്ങനെ താഴ്മയോടുകൂടി എളിമയോടുകൂടി നമ്മൾ എല്ലാ പുകഴ്ചയും എല്ലാ നന്ദിയും എല്ലാ സ്തുതിയും നമ്മൾ ദൈവത്തിന് കൊടുത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എളിമയുള്ള മക്കളായിത്തീരും. അഹങ്കാരം നമ്മളിൽ നിന്ന് മാറിപ്പോവും. ഈ പൊങ്ങച്ചം പറയുന്ന സ്വഭാവം നമ്മളിൽ നിന്ന് മാറിപ്പോവും. പ്രൈസ് ദി ലോർഡ്. അങ്കിളിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾക്ക് ശരിക്കും അഹങ്കരിക്കാൻ എന്താണുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? എല്ലാം നമുക്ക് ദൈവം തന്നാണ് അല്ലേ? ചോദിക്കാതെ തന്നെ ദൈവം നമുക്ക് എല്ലാം തന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് അഹങ്കരിക്കാൻ അർഹതയുണ്ടോ? ഇല്ല. അപ്പം നമ്മൾക്ക് ഏറ്റവും എളിമയോടെ ജീവിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വേഗം വചനോത്സവത്തെ പറ്റി പറയാം. ഓക്കെ, സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 2-ാം വാക്യം. ആത്മപ്രശംസ ചെയ്യരുത്. മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യന്റെ നാവാണ് നിന്റേതല്ല അത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സുഹൃത്തുക്കൾ, ഈശോയെ എളിമ എന്ന പുണ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ അടുത്ത് പോകാം. അമ്മാമ്മ എന്ന ആരുടെ കഥയാണ് പറഞ്ഞതെന്ന് നമുക്ക് അമ്മാമ്മയുടെ അടുത്ത് തന്നെ പോയി നോക്കാം. അതിനു മുമ്പ് വചനവും സുഖിച്ചപ്പോൾ ഏറ്റു പറയാം. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 2-ാം വാക്യം. ആത്മപ്രശംസ
ആത്മപ്രശംസ ചെയ്യരുത്. ചെയ്യരുത്. മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യന്റെ നാവാണ് അന്യന്റെ നാവാണ് നിന്റേതല്ല നിന്റേതല്ല അത് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സുഹൃത്തുക്കൾ, ഈശോയെ എളിമ എന്ന പുണ്യം എളിമ എന്ന പുണ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കണമേ. അനശ്വരതയുടെ മാണിക്യമെന്നറിയപ്പെടുന്ന ദൈവസഹായം പിള്ളയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കേട്ടിട്ടുണ്ടോ ഈ വാഴ്ത്തപ്പെട്ടവനെ? ഇല്ല. 2012 ഡിസംബർ മാസം 2-ാം തീയതിയാണ് സഭ ഈ വിജാതിയനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. ഏതാണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിത്വമാണിത്. അതായത് പഴയ തിരുവിതാംകൂറിലെ പത്മനാഭപുരം പട്ടണത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ ചെറുപ്പം മുതലേ എന്തോ ഒന്നിനു വേണ്ടി ദാഹിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം അന്നത്തെ മഹാരാജാവായ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ കപ്പിത്താനായിരുന്ന ഒരു ബെനഡിക്റ്റ് എന്നു പേരായ ഒരു ഡച്ചുകാരൻ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ നീലകണ്ഠപിള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാനായകൻ ഒരു സൈന്യാധിപനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡച്ചുകാരൻ നല്ല ദൈവഭക്തനായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്തു മതത്തെക്കുറിച്ച് വളരെ ജ്ഞാനമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പലതും കേട്ട് മനസ്സിലാക്കിയ നമ്മുടെ കഥാനായകൻ ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവസ്നേഹം, അതായത് സത്യദൈവ വിശ്വാസം ജീവിതത്തിൽ പകർത്താൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം വളരെ കാര്യമായിട്ട് അതിന് മറുപടി പറഞ്ഞത് എന്താണെന്നോ, വിളിക്കപ്പെട്ടവർ, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ അനേകരാണ്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. പക്ഷേ നിന്നെ അതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതായത് അതിനുവേണ്ടി ദാഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ ദൈവസഹായം പിള്ള. അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ജ്ഞാനസ്നാനം ഏൽക്കണം, എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഉടനെ അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു. അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ദൈവസഹായം പിള്ള എന്ന പേര് സ്വീകരിച്ചു. ലാസർ എന്നാണ് അതിൻ്റെ അർത്ഥം, ലാസർ എന്നുള്ള പേര്. ഭാര്യ ഭാർഗവി അമ്മ ത്രേസ്യയായി മാറി. അങ്ങനെ ഇവർ രണ്ടുപേരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു വളരെ ദൈവഭക്തരായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ രാജാവിന്, അതായത് മാർത്താണ്ഡവർമ്മ രാജാവിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഇവരെ മാത്രമല്ല ക്രിസ്ത്യാനികളെ ഒന്നടങ്കം പീഡിപ്പിക്കാൻ തുടങ്ങി. ഒത്തിരി പീഡിപ്പിച്ചു. പീഡനം സഹിക്കാനാവാതെ വന്നു. എങ്കിലും അതിൽ ഉറച്ചു നിന്നു. ഒരു ദിവസം ഇവൻ ഈ ദൈവസഹായം പിള്ളയുടെ മാതാപിതാക്കളും അതുപോലെ ബന്ധുജനങ്ങളും എല്ലാവരും കൂടി വന്ന് പറഞ്ഞു, നിനക്ക് ഈ വിശ്വാസം ഉപേക്ഷിച്ചുകൂടെ? എല്ലാവരെയും രക്ഷിക്കാമല്ലോ നിനക്ക്. അപ്പോൾ എന്താ പറഞ്ഞെന്നോ, എൻ്റെ ഉദ്ദേശം ദൈവത്തിങ്കലേക്ക് അടുക്കുക എന്നുള്ളതാണ്. എൻ്റെ വഴി ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളും ആ വഴിയിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ കുറേ കൂടി പീഡനം
കൂടുതലായിട്ട് അനുഭവിപ്പിക്കാൻ തുടങ്ങി. അടിച്ച് മുറിവേറ്റ സ്ഥലത്തൊക്കെ മുളക് പൊടി തൂകി, അത്രയും പീഡനം. പക്ഷേ ഒന്നുകൊണ്ടും ഇദ്ദേഹം പിന്മാറിയില്ല. കൂടുതൽ ദൈവത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഭാര്യ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞ്, നീ എൻ്റെ ഭാര്യയായി കഴിഞ്ഞിട്ട് ഒരിക്കലും നിനക്കൊരു സന്തോഷം ഞാൻ തന്നിട്ടില്ല. നീ എന്നും ദുഃഖിതയാണ്. നിനക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിൽ നിന്ന് നിനക്ക് കിട്ടിയത് മുഴുവൻ പീഡനങ്ങളാണ്, മാനസികമായിട്ടുള്ള പീഡനങ്ങൾ. അതുകൊണ്ട് നീ ഒട്ടും ഭയപ്പെടണ്ട. നമുക്കിവിടെയല്ല ജീവിതം നമുക്ക് ഒരുമിച്ച് സന്തോഷിച്ച് ആ ദൈവ തിരുമനസ് അനുസരിച്ച് നമുക്ക് ദൈവ തിരുസന്നിധിയിൽ ഒന്നിച്ചുകൂടാം. അതിനുവേണ്ടി നീ പ്രയത്നിക്കണം. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ശക്തമായിട്ട് നീ പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞു വിട്ടു. ഇതിനിടയ്ക്ക് ഈ പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് മുറിവേറ്റ അവസ്ഥയിൽ പലരും ഇദ്ദേഹത്തെ കാണാൻ വന്നു. രോഗികളായ പലരും വന്നു. ആ രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു പോയി. അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹം വലിയൊരു വിശുദ്ധനാണെന്നുള്ള ഒരു തോന്നൽ അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ഇദ്ദേഹം ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ പ്രതി എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് സാധിച്ചു. ഒരിക്കൽ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ദൈവസഹായം പിള്ളയെ കൊല്ലാൻ തീരുമാനിച്ച് കുറച്ച് വിഷം കലർത്തി വെള്ളം കൊടുത്തു. ആ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് കുരിശ് വരച്ചുകൊണ്ടാണ് ആ വെള്ളം കുടിച്ചത്. അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. പിന്നെ 3.5 വർഷം പീഡനങ്ങളിൽ കൂടി തന്നെ കടന്നുപോയി. ഒരു ദിവസം ഈ പീഡനങ്ങളുടെ നടുവിലും ദൈവത്തെ പ്രതി എല്ലാം സഹിക്കാനുള്ള ആ മനക്കരുത്ത് ഇദ്ദേഹത്തിന് കിട്ടിയത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണ്. ഒരു ദിവസം പാറപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് വെയിലത്ത് ഒത്തിരി നേരം അവിടെ ഇരുത്തി. ദാഹിച്ചു വല്ലാണ്ടായി. ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തത് എന്താണെന്നോ, ഈ ഇലയൊക്കെ ചീഞ്ഞ് നാറിയ വെള്ളം. അത് കുടിക്കാൻ കൊടുത്ത്. അത് കുടിച്ചില്ല. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞ്, അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ദാഹിച്ചപ്പോൾ അങ്ങേക്ക് കിട്ടിയത് കയ്പ് നീരല്ലേ, അതിൻ്റെ ഒരു ഓഹരിയായിട്ട് അങ്ങെനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കണം. എൻ്റെ ദാഹം തീർക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവിടെ നിന്ന് ഒരു വലിയൊരു ഉറവ, ആ പാറയിൽ നിന്ന് ഉറവ പുറപ്പെട്ട് ഇദ്ദേഹം ധാരാളം വെള്ളം കോരി കുടിച്ച്. ആ ഉറവ ഇന്നും അവിടെ ആ പള്ളിയുടെ മുറ്റത്ത് ഇന്നും കാണാമെന്ന് പറയണം. ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഒടുവിൽ ഇദ്ദേഹത്തെ കൊന്നത് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. 3 പേര് നിന്ന് വെടിവെച്ചിട്ട് കൊണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന് ഒന്നും തോന്നിയില്ല. പിന്നെ 2 പേര് പിന്നെയും നിറയൊഴിച്ച് അങ്ങനെയാണ് കൊന്നത്. 40 വർഷം ജീവിച്ച് ആ 40 വർഷവും ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ഒത്തിരി മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും സാധിച്ചു. നമുക്കും ആ വിശുദ്ധനോട് പ്രാർത്ഥിച്ച് നമുക്ക് എന്തായി തീരണം? ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ആ നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇതടിച്ച് മാറ്റിയേക്കാം. ബാലൻസ്. ഇന്നത്തെ വിഷ്വൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സത്യസന്ധത നമ്മൾ ചെറുപ്പത്തിലേ വളർത്തണം, എന്നാലേ നമ്മൾ വലുതാവുമ്പോൾ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു.
നമ്മളുടെ പൊങ്ങച്ചത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഇനി പൊങ്ങച്ചം പറയോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടെ വചനവും സുകൃജപം ഏറ്റു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 2-ാം വാക്യം. ആത്മപ്രശംസ ചെയ്യരുത്. മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യന്റെ നാവാണ് നിന്റേതല്ല അത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സുകൃജപം. ഈശോയെ എളിമ എന്ന പുണ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.